2026 സഖാവ് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി. BJP CPM ഡീലുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ഏറെയുണ്ട്. എനിക്കിത് ഏറ്റവും കൗതുകമായി തോന്നിയത് മറുനാടൻ മലയാളിയും മീഡിയ വൺ എന്ന് പറയുന്ന ഏറ്റവും പ്രമുഖമായ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും ഏറ്റവും പ്രമുഖമായ ഡിജിറ്റൽ മാധ്യമങ്ങളിലൊന്നായ മറുനാടൻ മലയാളിയും ഒരേപോലെ ഈ ഒരു വാദം ഉന്നയിച്ചത് കൗതുകമായി എനിക്ക് തോന്നി. അതായത് മറുനാടൻ മലയാളി പ്രധാനമായി കേറ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ കാണുന്നത് ഒരു റൈറ്റ് ലീനിങ് സ്പേസ്, സെന്റർ ടു റൈറ്റ് ലീനിങ് സ്പേസിലുള്ള ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. മീഡിയ വൺ എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെയാണ്, കുറെ കൂടെ ഇസ്ലാമിക് പ്ലസ് ലെഫ്റ്റ് ഓറിയന്റഡ് ആയ ആൾക്കാരാണ് അത് കൂടുതലായും കാണുന്നത്. രണ്ടുപേരും ഒരേപോലെ ഇങ്ങനൊരു ആരോപണം ശ്രീ ഷാജൻ സക്കരിയെ പോലെ വളരെ മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകനും അതോടൊപ്പം മീഡിയ വണ്ണിലെ ചർച്ചയിലും സമാനമായ തർക്കങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിന്റെ വസ്തുത പരിശോധിക്കുകയാണ്. 2026 ഒരു CPM BJP ഡീലുണ്ടോ? മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി തുടരാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത്. പിന്നെ നമ്മുടെ നിർമ്മല സീതാരാമനുമായിട്ടുള്ള കൂടിക്കാഴ്ചയും കേരള ഗവർണറുടെ സാന്നിധ്യവുമാണ് പലരും ഇതിന് തെളിവായിട്ടും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം രമേശ് ചെന്നിത്തലാജി അടക്കമുള്ളവർ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിലൊരു സത്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡീലുണ്ടോ ഇല്ലയോ ഒക്കെ എന്നുള്ളത് എവിഡന്റ്ലി പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട, CPM കഴിഞ്ഞാൽ CPM ഭരണത്തിൽ വരണം എന്ന് ഏറ്റവും ആഗ്രഹിക്കുന്നത് BJP ആണ്. BJP കഴിഞ്ഞാൽ BJPക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് വർധനം ഉണ്ടാവണം, വോട്ട് വർധനം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത് CPM-മാണ്. അത് വളരെ കൗതുകമുള്ള ഒരു ആംഗിളാണ്. ഇത് അറിഞ്ഞിരിക്കണം. ഇതറിഞ്ഞാലേ നമുക്ക് രാഷ്ട്രീയം അറിയാൻ പറ്റും. അതായത് CPM പ്രധാനമായിട്ട് CPM-ന്റെ കൂടെ ഉള്ളത് ഹിന്ദു പിന്നോക്ക വോട്ടുകളാണ്. അതോടൊപ്പം മുസ്ലിം ലീഗിലേക്ക് പോകാത്ത മുസ്ലിം സമൂഹത്തിലെ വോട്ടുകളുമാണ് CPM-ന്റെ മൂലധനം അല്ലെങ്കിൽ അടിസ്ഥാനം. ഇതോടൊപ്പം കേരള കോൺഗ്രസ്, ക്രിസ്ത്യൻ സ്വാധീനം കൂടുതലുള്ള കേരള കോൺഗ്രസിനെയും കൂടെ നിർത്തി മന്ത്രിസ്ഥാനവും മറ്റും കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ NSS-നോട് വളരെ അടുപ്പമുള്ള ഗണേഷ് കുമാർജിക്ക് നായർ സമൂഹത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ ഒക്കെ കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ബാലൻസിംഗ് ആണ്. എല്ലാ പാർട്ടിയും ഇതിൽ തെറ്റൊന്നുമില്ല, എല്ലാവരും ഇത് ചെയ്യുന്നതാണ്. ഇത് പക്ഷേ വെളിയിൽ പറയാൻ ആൾക്കാർക്ക് വലിയ മടിയാണ്. ഇപ്പൊ CPM വന്നപ്പോൾ ഒരുപാട് നായർ പ്രാതിനിധ്യം വളരെ സ്ട്രോങ് ആയിട്ട് CPM-ന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. അത് കോൺഗ്രസിലേക്ക് വീണ്ടും നായന്മാർ അടുക്കാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. കോൺഗ്രസിന് ആ പ്രാതിനിധ്യമില്ല, നായർ സമൂഹത്തിന് കോൺഗ്രസിനുള്ളിൽ കുറെ കൂടെ സ്ട്രെങ്ത് ഉണ്ട് തുടങ്ങിയ ചിന്തകളും, അല്ലെങ്കിൽ BJP-യിലേക്ക് നായർ സമൂഹം കൂടുതൽ അടുക്കുന്നു എന്ന ചിന്തകളും ഒക്കെ ഉള്ളതുകൊണ്ട് ബാലഗോപാൽജി അടക്കം വിദ്യാഭ്യാസ മന്ത്രി, ഫൈനാൻസ് മന്ത്രി അടക്കം പല പ്രധാന സ്ഥാനങ്ങളിലേക്ക് നായർ സമുദായങ്ങളെ കൊണ്ടുവന്നു. അവർ നായന്മാരായോണ്ട് വന്നു എന്നല്ല അർത്ഥം, പകരം നായർ സമൂഹത്തിനും കൂടി ഒരു പ്രാതിനിധ്യം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചു. ഇതാണ് CPM-ന്റെ ഒരു ബാലൻസും മറ്റും. അപ്പൊ ഈ അർത്ഥത്തിൽ വളരെ സങ്കീർണമാണ്. എല്ലാ സ്ഥലത്തെയും രാഷ്ട്രീയം വളരെ സങ്കീർണമാണ്. അപ്പോ CPM കഴിഞ്ഞാൽ CPM ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന BJP-ക്കാരാണ്. കാരണം കോൺഗ്രസ് ഭരണത്തിൽ വരികയാണെങ്കിൽ, ശശി തരൂരിനെ പോലൊരാൾ മുഖ്യമന്ത്രിയാകുകയാണെങ്കിൽ, BJP കഴിഞ്ഞ 10 വർഷം കൊണ്ട് സമ്പാദിച്ച നായർ നസ്രാണി, അതായത് നായർ സമുദായവും നസ്രാണി ക്രിസ്ത്യൻ സമുദായത്തിന്റെ സ്വാധീനം വീണ്ടും കോൺഗ്രസിലേക്ക് പോകും. കോൺഗ്രസിലേക്ക് വീണ്ടും ഈ നായർ ക്രിസ്ത്യൻ ഒഴുക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ 10 വർഷം BJP-ക്കാരുടെ അടുത്ത് പണിയെടുത്തത് അത് പലപ്പോഴും ദുർബലപ്പെടും. അതുകൊണ്ട് BJP-ക്കാരുടെ ആഗ്രഹം ഉള്ളിന്റെ ഉള്ളിൽ CPM നിലനിൽക്കുക, അല്ലെങ്കിൽ CPM വീണ്ടും ഭരണത്തിൽ വരണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. ഇനി തിരിച്ച് CPM-ന്റെ ആഗ്രഹം എന്താ? CPM-ന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇനി BJP-യുടെ ഒരു വോട്ട് ബാങ്ക് ആരാ? പ്രധാനമായിട്ടും നായർ സമുദായാംഗങ്ങൾ, ബ്രാഹ്മണ സമൂഹങ്ങൾ, സവർണ ഹിന്ദു ജനവിഭാഗം, അതോടൊപ്പം വർഷങ്ങൾ RSS പണിയെടുത്തുണ്ടാക്കിയ പിന്നോക്ക വിഭാഗങ്ങളിലെ ഒരു വോട്ട് ബാങ്ക്. അതോടൊപ്പം ഇപ്പം കുറച്ച് ക്രിസ്ത്യൻ സമൂഹം കൂടെ ചേരുന്നതാണ് BJP-യുടെ വോട്ട് ബാങ്ക്. പിന്നെ ദേശീയ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ അബ്ദുള്ളക്കുട്ടി സാർ അടക്കമുള്ള 1-2 പേര് അവരോടൊപ്പം ഉണ്ടാവും. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കമ്മ്യൂണിറ്റി ഇക്വേഷൻ. ഇനി BJP വളരണമെന്ന് BJP കഴിഞ്ഞാൽ ഏറ്റവും ആഗ്രഹിക്കുന്ന ആരാ? BJP വളരണമെന്ന് BJP കഴിഞ്ഞാൽ ഏറ്റവും ആഗ്രഹിക്കുന്നത് CPM-ആണ്. കാര്യം BJP വളർന്നാൽ അത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെ വെർട്ടിക്കലി സ്പ്ലിറ്റ് ചെയ്യും. കോൺഗ്രസിന്റെ അടിസ്ഥാനമായ നായർ നസ്രാണി വോട്ട് ബാങ്കിന് വലിയ വിള്ളൽ ഉണ്ടാകുകയും എല്ലാ കാലത്തും CPM-ന് കേരളം ഭരിക്കുകയും ചെയ്യാം. ഏത് പാർട്ടിക്കാണെങ്കിലും ഭരണം വളരെ പ്രധാനമാണ്. പ്രത്യയശാസ്ത്രവും നിലപാടുകളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഭരണം ഉണ്ടെങ്കിലേ ഉള്ളൂ. CPM-ന് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഭരണമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഭരണം നിലനിൽക്കേണ്ടത് CPM-ന് വലിയ ആവശ്യമാണ്. അപ്പം രണ്ടുപേർക്കും കുറെ കൂടെ സെൻട്രൽ നിൽക്കുന്ന കോൺഗ്രസിനോടാണ് എതിർപ്പ്. അപ്പോൾ കോൺഗ്രസ് വരികയാണെങ്കിൽ CPM-നോട് ചേർന്ന് നിൽക്കുന്ന സമുദായങ്ങൾ, കേരള കോൺഗ്രസ്, ഇപ്പം കുറച്ചൊക്കെയും മുസ്ലിം സ്വാധീനം, ഇതെല്ലാം വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചു പോകും. കോൺഗ്രസ് വരികയാണെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന നായർ നസ്രാണികൾ മുഴുവൻ BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകും. അതുകൊണ്ട് കോൺഗ്രസ് തളരണമെന്നും BJP വളരണമെന്നുമാണ് CPM ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത്. എന്നാൽ മാത്രമേ ഈ വെർട്ടിക്കൽ സ്പ്ലിറ്റ്, വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാകൂ. അങ്ങനെയാണെങ്കിൽ BJP-ക്ക് എന്തായാലും കേരളത്തിൽ ഭരണത്തിൽ വരാനുള്ള ഒരു അവസ്ഥ തൽക്കാലമില്ല. അതിനൊരു 10 വർഷമെങ്കിലും എടുക്കും. സംഘടനാപരമായ സ്വാധീനവും മറ്റും
കൊണ്ട് മിനിമം 10-15 വർഷം എടുക്കും. അപ്പോൾ അത്രയും കാലം CPM തന്നെ ഭരിക്കുകയും ചെയ്യാം. ഇപ്പൊ യഥാർത്ഥത്തിൽ ഡീലുണ്ടോ, അതായത് ചില ആൾക്കാർ പറയുന്നത് ശ്രീമതി വീണ വിജയനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFIO ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ എല്ലാം നേതൃത്വ പദവിയുള്ളത് നമ്മുടെ നിർമ്മലാ സീതാരാമനാണ്. അപ്പോൾ ഒരു നല്ല ബന്ധം ഇരിക്കട്ടെ എന്ന് തന്റെ മകൾക്ക് വേണ്ടിയാണ് ശ്രീ പിണറായി വിജയൻ ആ ഡീൽ ഒരുക്കുന്നതെന്ന് പറയുന്നവരുണ്ട്. അറിയില്ല, അതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കാം. അത് ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് വേണ്ടി മാത്രമാണെന്ന് പറയാം. അത് നല്ല സൗഹൃദം, കേരളത്തിന് വേണ്ടി കാര്യങ്ങൾ നേടിയെടുക്കാൻ ഭാവിയിലേക്ക് നല്ല ബന്ധം ഉണ്ടാക്കുന്നു എന്ന് പറയാം. പക്ഷേ രാഷ്ട്രീയപരമായി യഥാർത്ഥത്തിൽ കോൺഗ്രസ് തളരണമെന്നും ആ കോൺഗ്രസിന്റെ സ്പേസിലേക്ക് BJP വരണമെന്ന് CPM-ഉം, കോൺഗ്രസ് തളരണമെന്നും തങ്ങളും CPM-ഉം തമ്മിൽ നേരിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് BJP-യും ആഗ്രഹിക്കുന്നത് ആ രണ്ട് പാർട്ടികളുടെയും വളർച്ചയ്ക്ക് പ്രാധാന്യമാണ്. നടുക്ക് നിൽക്കുന്ന കോൺഗ്രസ്സുകാരിൽ ശക്തരായ നേതാക്കളുണ്ടോ, അവരുടെ തമ്മിലല്ലോ പരസ്പര യുദ്ധമോ കഴിഞ്ഞിട്ട് കാര്യങ്ങൾ നേരെയാകുമോ, അക്കാര്യങ്ങളും കണ്ടിരിക്കേണ്ടിയിരിക്കും. അപ്പം ഡീലുണ്ടോ ഇല്ലയോ എന്നറിയില്ല. എന്നിരുന്നാലും ഈ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. CPM കഴിഞ്ഞാൽ CPM ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത് BJP-യും, BJP കഴിഞ്ഞാൽ BJP-ക്ക് വളർച്ച ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് CPM-ഉമാണ്.